നമ്മളൊരു കാര്യം ഭയങ്കര ശ്രദ്ധയോട് ചെയ്യുമ്പം നമുക്ക് അത്യാവശ്യം അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാലും ബാക്കിൽ നിന്ന് ആരെങ്കിലും വന്ന് കമൻട്രി പറയുക എന്തെങ്കിലും പറയുമ്പോൾ ഒന്നെങ്കിൽ ഞാൻ ആ ചെയ്യുന്ന കാര്യം കുളവായി പോകാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം കയറി വട്ടളക മീൻസ് ദേഷ്യം അതൊക്കെ അങ്ങനെയൊക്കെ ഒരു സ്വരത്തിലൊക്കെ പറയാം. എന്തായാലും നമുക്ക് ദേഷ്യം വരുമല്ലോ. അപ്പം കോവിഡ് സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കുക്കിംഗ് പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇങ്ങനെ ചക്കക്കുരു ഷേക്ക് തൊട്ടിങ്ങനെ മുട്ട ബിരിയാണി വരെ ഉണ്ടാക്കി, ഞാൻ റേഷൻ അരി വെച്ച് മുട്ട ബിരിയാണി ഉണ്ടാക്കി ഞാൻ അയൽപ്പക്കത്തെ വീടുകളിലും അമ്മമ്മയുടെ വീടുകളിലൊക്കെ കൊണ്ടു കൊടുത്ത് കോംപ്ലിമെൻറ്റ് കേൾക്കലായിരുന്നു എൻ്റെ ഹോബി. അതാണല്ലോ കോവിഡ് സമയത്ത് നമ്മുടെ ഉള്ളിലെ കഴിവുകളൊക്കെ വെളിയിൽ ഇറക്കിയല്ലോ. പിന്നെ ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ കല്യാണം ഉറപ്പിച്ച സമയത്ത് എൻ്റെ അമ്മായിയമ്മയോട് എൻ്റെ അമ്മ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഈ കുക്കിങ്ങേ അറിയത്തില്ല എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പകച്ചു പോയി. എന്തിനാ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ കാര്യം അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ നീ മുട്ടനാലം വന്നത് സത്യമാണ്. കല്യാണത്തിന് മുന്നേ ഞാനും അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അമ്മ ഒരു രീതിയിൽ സാധനങ്ങൾ ഒരുക്കി വെക്കും, ഞാൻ വേറൊരു രീതിയിൽ സാധനം എടുത്ത് വെക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടം വഴക്കാവും. മേ ബി അത് പേടിച്ചിട്ടായിരിക്കും, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും അമ്മ മുൻകരുതലെടുത്തത്. പക്ഷേ കല്യാണം കഴിഞ്ഞ് അങ്ങനെ കുക്കിങ്ങിലോട്ടൊന്നും ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും അങ്ങനെ ഭയങ്കര വലിയ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. അപ്പം ഇനി ഇവിടെ വന്നതിന് ശേഷം ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുമ്പം എന്തോ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ ആയി വരക്കുന്നു. അപ്പോൾ പിന്നെ കാണാം. ബൈ ബൈ.